പ്രകാരം ഒരു 200 രൂപയുടെ വർധനവ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എന്റെ മുന്നിലുള്ള കണക്ക് പ്രകാരം 100 രൂപയുടെ വർധനവ് മാത്രമേ ആ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. പെൻഷൻ ഉണ്ട്, പുതിയ 2 പദ്ധതികൾ 31-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ 18-നും 30-നും പ്രായത്തിനിടയിലുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള യുവാക്കൾക്കും വേണ്ടി 2000 രൂപയുടെ വീതം പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതികളൊക്കെ അല്ലെങ്കിൽ ഈ ക്യാഷ് ട്രാൻസ്ഫർ ഒക്കെ നല്ലതാണ്, ജനങ്ങൾക്ക് കയ്യിൽ പണം കിട്ടിയാൽ അത് അവർക്ക് സഹായകരമാകും. പക്ഷേ ഗവൺമെന്റ് എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല എന്ന് സർക്കാർ തന്നെ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. കേരളം ചെലവും വരവും തമ്മിലുള്ള അന്തരം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് ഇത്രയും അധിക തുക കണ്ടെത്തുക? അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതി ആയിരിക്കും? അല്ല, ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതായത് ധനകാര്യ മാനേജ്മെന്റ് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്നു എന്നത് തന്നെയാണ് ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങേക്കറിയാലോ, ഇപ്പോൾ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം നടത്തി നിരവധി ചർച്ചകളും നമ്മൾ ഒരുമിച്ചിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. 3.86 ആയിരുന്നു സംസ്ഥാനത്തിന്റെ വിഹിതം, അത് 1.9 മാറി. ആർക്കും അതിൽ സംശയമില്ലല്ലോ, രേഖകളുണ്ട്. അതുപോലെ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഈ സംസ്ഥാനത്ത് 1% താഴെ 0.92 മാത്രമാണ് നമുക്ക് കേന്ദ്ര പദ്ധതികളുമായിട്ട് കിട്ടുന്നത്. അതായത് ജനസംഖ്യ ഈ രാജ്യത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ 2.86 ഉണ്ടെങ്കിലും കേന്ദ്ര വിഹിതം പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1% താഴെ കിട്ടുന്നു. അപ്പൊ പലതരത്തിൽ നമ്മെ ഞെക്കി അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഡൽഹിയിൽ പോയി സമരം നടത്തിയതും സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയതും. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ട്, ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കേസ് പെൻഡിംഗ് ആണ്. അതിനുശേഷം നമ്മൾ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി. കേരളം പോലുള്ള സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ 7 മാസത്തെ കുടിശ്ശിക വന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയായാലും ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായോ? ഇപ്പൊ ഇവിടെ വലിയ ആഘോഷത്തോടെ കോൺഗ്രസും BJP-യും നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പെൻഷന്റെ ഇരട്ടി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ 1980-ൽ 45 രൂപ കൊണ്ടുവന്നത് LDF സർക്കാർ, 1987-ൽ അത് 60 രൂപയാക്കി മാറ്റിയത് LDF സർക്കാർ, 1996-ൽ അത് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത് LDF സർക്കാർ, 2006-ൽ അത് 400 രൂപയാക്കി വർദ്ധിപ്പിച്ച് 2011 വരെ അത് കൊണ്ടുപോയത് LDF സർക്കാർ, 2016-ൽ അത് 1600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഈ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ കൃത്യമായി ഇവിടെ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു 200 രൂപയുടെ വർധനവ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എന്റെ മുന്നിലുള്ള കണക്ക് പ്രകാരം 100 രൂപയുടെ വർധനവ് മാത്രമേ ആ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. എന്തുവായിക്കോട്ടെ, ഇവിടെ കൃത്യമായി ഇപ്പൊ പറയുന്നില്ലേ? അതോടുകൂടി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. ധനമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരത്തിന് കൊടുത്ത ഉത്തരത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 400 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അതിൽ കർഷക തൊഴിലാളി പെൻഷനും മറ്റൊരു പെൻഷനും 600 വർദ്ധിച്ചു. 800 വർദ്ധിച്ച പെൻഷനുണ്ട്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ അവർക്ക് 1500 വർദ്ധിപ്പിച്ചിരുന്നു. ഏത് കാലത്ത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ ഈ തരത്തിലായിരുന്നു. 75 വയസ്സിന് മുകളിലുള്ളവർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്ന അന്നത്തെ കാലത്ത് 75-76 2011 സെൻസസ് പ്രകാരം. അതായത് ആ ജീവിതത്തിന്റെ ഏറ്റവും അറ്റ സമയത്തുള്ള വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. ഇവർ പറയട്ടെ, ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യക്ഷമായി ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങ് പറഞ്ഞല്ലോ 64 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു, സാമൂഹ്യക്ഷേമ പെൻഷൻ. ഇപ്പൊ ദേ വീട്ടമ്മമാർക്ക് പെൻഷൻ ഞങ്ങൾ പുതുതായി കൊണ്ടുവന്ന ആശയമാണ്. എത്ര ഞങ്ങളെ കളിയാക്കി, കേരളത്തിലെ വീട്ടമ്മമാർക്ക് പെൻഷനോ, ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഇപ്പൊ പറയുന്നു കൃത്യമായി 34.34 ലക്ഷം ആളുകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പൊ 64 ലക്ഷം പ്ലസ് 34.5 ലക്ഷം എത്രയോ 1 കോടിയോളം വന്നില്ലേ? ഇപ്പൊ യുവജനങ്ങൾ അവർ കൃത്യമായി കണക്ട് വർക്ക്, ഒരു സംരംഭകത്വം ആരംഭിക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് നോളജ് മിഷന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ഒരു തൊഴിലിലേക്ക് എത്തുന്നത് വരെ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 1000 രൂപ. അപ്പൊ 1 കോടി 5 ലക്ഷം ആയേ പെൻഷൻ വാങ്ങിക്കുന്നവർ. ഇവിടെ 18 വയസ്സിന് മുകളിലുള്ള എത്ര പേരുണ്ട് ഈ കേരളത്തിൽ? കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. ആ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മാറ്റി നിർത്ത്. ഒരു 2.25 കോടിയേ ഉള്ളൂ, 2.5 കോടിയേ ഉള്ളൂ. അതിൽ 1 കോടി 5 ലക്ഷം രൂപ ഡയറക്റ്റായി 5 ലക്ഷം പേർ ഡയറക്റ്റായി ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ മേടിക്കുന്നവർ. ഇത്ര സാമൂഹ്യക്ഷേമ രംഗത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ ശ്രദ്ധയോടെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഏത് ഗവൺമെന്റ് ലോകത്തുണ്ട് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ നാളെ കഴിഞ്ഞ് നവംബർ 1 ഒരു പ്രത്യേകതയുണ്ട്.
ദാരിദ്ര്യമില്ലാത്ത ഒരു സ്റ്റേറ്റായി നമ്മുടെ സ്റ്റേറ്റിനെ പ്രഖ്യാപിക്കുക. ലോകത്ത് ചൈന മാത്രമാണ് ദാരിദ്ര്യത്തെ അതിജീവിച്ചിട്ടുള്ളവർ, പട്ടിണിയില്ലാത്ത രാജ്യം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറുക. ചുമ്മാ പ്രഖ്യാപനാണോ? 62,500 പേർ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി വർഷങ്ങൾക്ക് മുമ്പ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എത്ര കൃത്യമായിട്ടുള്ള പദ്ധതികളാണ്. ആ പദ്ധതികളുടെ ഭാഗമായി കൃത്യമായി പട്ടിണിയില്ലാത്ത നാടായിട്ട് നമ്മൾ മാറുമ്പോൾ ആ കേരളം അങ്ങനെ മാറുകയാണല്ലോ എന്ന് കൊടുത്ത് അഭിമാനം കൊള്ളേണ്ട പ്രതിപക്ഷ നേതാക്കന്മാരാ പറയുന്നത്. പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ബഹുമാനപ്പെട്ട UDF-ന്റെ കൺവീനർ പറഞ്ഞത് ഈ പെൻഷൻ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് അത് വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദകേട് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചല്ലേ പണ്ട് PS ശ്രീധരൻപിള്ള, കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം ഇത്തരം പറഞ്ഞതല്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നു 900 കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ഒരു 30-40 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ കൃത്യമായി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് മികച്ച വിദ്യാഭ്യാസം, ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് കരുതലുള്ള ഭരണം, അതുപോലെ ഉറപ്പാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, ഉറപ്പാണ് ആരോഗ്യ സുരക്ഷ, ഉറപ്പാണ് പാർപ്പിടം, ഉറപ്പാണ് പവർ കട്ട് രഹിത കേരളം, ഉറപ്പാണ് കായിക പുരോഗതി. ഈ ഉറപ്പ് ഞങ്ങൾ കൊടുത്ത ഉറപ്പ് ഞങ്ങൾക്ക് വോട്ടായിട്ട് ജനങ്ങൾ തന്നു. 91 സീറ്റിൽ നിന്ന് 99 മാറി, 42% വോട്ടിൽ നിന്ന് 45.3 മാറി. അതുകൊണ്ട് ഈ ഉറപ്പിൽ ഏതാണ് ഞങ്ങൾ പാലിക്കാത്തത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്ക്. 6 മാസം 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഉറപ്പ് ഞങ്ങൾക്ക് പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. ശരി, ഞാൻ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 400 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അതിൽ കർഷക തൊഴിലാളി പെൻഷനും മറ്റൊരു പെൻഷനും 600 വർദ്ധിച്ചു. 800 വർദ്ധിച്ച പെൻഷനുണ്ട്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ അവർക്ക് 1500 വർദ്ധിപ്പിച്ചിരുന്നു.